എല്ലാവരോടും ആദ്യമായിട്ട് ഞാൻ മാപ്പ് അപേക്ഷിക്കുന്നു. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 ദിവസം എനിക്ക് ക്ലാസ്സിൽ കയറാൻ പറ്റിയില്ല. എല്ലാവരും എന്നോട് ക്ഷമിക്കണം. അർജന്റായിട്ട് പെട്ടെന്നൊരു പ്രോഗ്രാം വന്നിട്ട് അതിന് പോയതാണ്. ടിക്കറ്റിന് ഈ വെക്കേഷൻ ടൈമല്ലേ, ടിക്കറ്റിന് വളരെ ബുദ്ധിമുട്ടി പോയി. അതുകൊണ്ടാണ്, ക്ഷമിക്കുക എല്ലാവരും. നമ്മൾ പഠിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് കാളിയമർദ്ദനം 54 നമ്മൾ പഠിച്ചത് അല്ലേ. ഓർമ്മയുണ്ടാവും എല്ലാവർക്കും? ഓർമ്മയുണ്ടോ? ഓർമ്മയുണ്ട് മാതാജി, ഓർമ്മയുണ്ട്. 55. ഓർമ്മയുണ്ടല്ലോ. ഹരേ കൃഷ്ണ. കാളിയൻ എന്ന് പറയുന്ന ഒരു വിഷസർപ്പം, 5 തലയുള്ള സർപ്പമാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ എവിടെയാ പോയിരുന്നു? യമുനയിൽ വരിക. യമുനയുടെ ജലമെല്ലാം വിഷലിപ്തമായി കഴിഞ്ഞു. അതുകൊണ്ട് മനുഷ്യരാ വെള്ളം കുടിച്ചു കഴിഞ്ഞു കഴിഞ്ഞാലും, പ്രാണികളാ വെള്ളം കുടിച്ചു കഴിഞ്ഞാലും, പശുക്കളാ വെള്ളം കുടിച്ചു കഴിഞ്ഞു കഴിഞ്ഞാലും എല്ലാവരും ചത്തു വീഴുമായിരുന്നു. ഇത് മനസ്സിലാക്കിയ ഭഗവാൻ എന്ത് ചെയ്തു? തന്റെ ലീലകൾ ആടാൻ തുടങ്ങി. എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാല് കുട്ടികളെല്ലാവരും കൂടി പന്ത് കളിക്കുന്നത് പോലെ ഒരു പന്തെടുത്ത് യമുനയിലിട്ട് ഭഗവാൻ അതിനെ പന്തെടുക്കാൻ വേണ്ടിയിട്ട് യമുനയിൽ പോകുന്നത് പോലെ പോയി. പക്ഷെ കാളിയനുമായിട്ടുള്ള ഘോരമായിട്ടുള്ള യുദ്ധം നടന്നു. അവസാനം അവനെ കൊല്ലാൻ തുടങ്ങിയ സമയത്ത് നാഗപത്നിമാര് വന്നിട്ട്, കാളിയന്റെ പത്നിമാര് വന്നിട്ട് എന്ത് ചെയ്തു? ഭഗവാനെ സ്തുതിച്ചു. അവർക്ക് മനസ്സിലായി ഇത് സാധാരണ ഒരു കുട്ടിയല്ല, സാക്ഷാൽ ഭഗവാൻ തന്നെയാണെന്ന് അവർക്ക് മനസ്സിലായി. എന്നിട്ട് എന്ത് ചെയ്തു? ഭഗവാൻ അവന്റെ ഒക്കെ ഭയങ്കര വിഷമായെന്നറിഞ്ഞപ്പോ ഭഗവാൻ എന്ത് ചെയ്തു? അവന്റെ എന്താ പറയുന്നത്, ശിരസിൽ നിന്നിട്ട് നൃത്തം ചവിട്ടാൻ തുടങ്ങി. അതെല്ലാം ഗ്രാമവാസികളും കണ്ടുകൊണ്ട് അവിടെ നിൽക്കുകയാണ്. എന്നിട്ട് ആ ഒരു ഭാഗമാണ് നമ്മളിപ്പം പഠിക്കാൻ പോകുന്നത്, ഭഗവാന്റെ നൃത്തം. കാളിയന്റെ പുറത്ത്, കാളിയന്റെ ശിരസിൽ ഭഗവാൻ എങ്ങനെയാണ് നൃത്തം ചെയ്യുന്നതെന്നുള്ള ആ ഒരു ഭാഗമാണ് നമ്മളിപ്പം പഠിക്കാൻ പോകുന്നത്. എല്ലാവർക്കും ഇതൊക്കെ അറിയാവുന്നതാണ്, ഒരുപാട് നമ്മൾ കേട്ടിട്ടുള്ള കഥയാണ്. എന്നാൽ തന്നെയും നമ്മള് 55 ദശകം 55 നമുക്ക്? അതെ മാതാജി, ദശകം 55. എന്നെ ഓർത്ത ഒരേ ഒരാളെ ഉള്ളൂ, അറിയാമോ? ആരാന്നറിയാമോ? ഭഗവാന്റെ ഒരു റെപ്രസെന്റേറ്റീവ് നമ്മുടെ തന്നെ ക്ലാസ്സില്. അതിന്റെ പേര് സത്യം പറയാൻ എനിക്ക് അറിയില്ല. എല്ലാം മിക്കവാറും എനിക്ക് ഫോൺ ചെയ്യും. 2 ദിവസം കൊണ്ട് മാതാജി എവിടെ ആയിരുന്നെന്നാ ചോദിച്ചത്, അറിയാമോ? എന്താ ക്ലാസ്സിന് വരാത്തത്? എന്ത് സ്നേഹത്തോടെ ചോദിക്കുന്നതെന്ന് അറിയാമോ? എന്റെ പേര് എനിക്കറിയില്ല. പക്ഷെ ഹരേ കൃഷ്ണ. നമുക്ക് കാളിയമർദ്ദനം, ഭഗവാന് കാളിയനില് എങ്ങനെയാ, കാളിയന്റെ അഹങ്കാരത്തിനെ എങ്ങനെയാണ് ശമിപ്പിച്ചതെന്നാണ് നമ്മൾ ഇപ്പം നോക്കുന്നത്. കാളിയനൊരു വിചാരം ഉണ്ടായിരുന്നു, എന്നെ ആരും ഈ യമുനയിൽ വന്നിട്ട് എന്നെ ഉപദ്രവിക്കില്ല, ആരും എന്നെ ഒന്നും ചെയ്യില്ല, എനിക്ക് എന്തു വേണമെങ്കിലും ചെയ്യാം എന്നുള്ള ആ ഒരു ഭാവത്തിലായിരുന്നു കാളിയന് ആ യമുനയിൽ താമസിച്ചുകൊണ്ടിരുന്നത്. എന്തുകൊണ്ടാണ്? ശബരി മഹർഷി ആർക്കാണ് ശാപം കൊടുത്തത്? ആർക്കാണ് ശപം കൊടുത്തത്? ആർക്കായിരുന്നു? പറയൂ. ഗരുഡൻ അവിടെ വരാൻ പാടില്ല. എന്താന്ന് വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ, ശബരി മഹർഷി വെള്ളത്തിനകത്തിരുന്ന് തപസ് ചെയ്യുന്ന സമയത്ത് ഈ ഗരുഡൻ വന്നിട്ട് ഒരു മീനെ കൊത്തി കൊണ്ടുപോകുന്ന സമയത്ത് ഇദ്ദേഹത്തിന് ആ മീനിന്റെ എല്ലാ വെള്ളവും എല്ലാ ഇദ്ദേഹത്തിൽ വീണു. എന്നിട്ട് ഗരുഡനെ ശപിച്ചു, നീ ഇവിടെ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നീ മരിച്ചു പോകും എന്നുള്ള ആ ശാപം കൊടുത്തുകൊണ്ട് ഗരുഡൻ അവിടെ വരാൻ പറ്റില്ല ായിരുന്നു. എന്തുകൊണ്ടാ? ഗരുഡന് ദിവസവും ഗരുഡന്റെ ഭക്ഷണം എന്ന് പറഞ്ഞ ഓരോ പാമ്പുകളായിരുന്നു. ഈ പാമ്പിന്റെ വർഗത്തിലുള്ള ഒരു പാമ്പുകളായിരുന്നു. അന്നേരം ഗരുഡന്റെ കാളിയന്റെ അവസരം വന്നപ്പോൾ കാളിയൻ എന്ത് ചെയ്തു? സമ്മതിച്ചില്ല. എന്നിട്ട് ഗരുഡനുമായിട്ട് അതിഭയങ്കരമായിട്ടുള്ള യുദ്ധം തുടർന്നു. പക്ഷെ ഗരുഡന്റെ ഒരു ചിറകടിയില് കാളിയന്റെ എല്ലാ ഇത് പോയി, അഹങ്കാരവും പോയി. എന്നിട്ട് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ് യമുനയിൽ അത് വന്നതെന്നുള്ളതാണ്. പക്ഷെ യമുന വന്നപ്പോഴും അവന്റെ അഹങ്കാരം കുറഞ്ഞോ? ഇല്ല. അവൻ വിചാരിച്ചത് എന്താ? യമുനയാണ് എന്റെ എല്ലാം, ഇനി എനിക്ക് ഇവിടെ എന്ത് വേണമെങ്കിലും നടത്താൻ പറ്റും. നമ്മളും അങ്ങനെ തന്നെ വിചാരിക്കുന്നത്. നമുക്കും ഇനി എന്ത് വേണമെങ്കിലും നടത്താൻ പറ്റും. നമ്മളാണ് ഈ കുടുംബത്തിന്റെ അല്ലെങ്കിൽ നായിക അല്ലെന്നുണ്ടെങ്കിൽ നായകൻ എന്നുള്ള ആ ഭാവത്തിലാണ് നമ്മൾ ഇരിക്കുന്നത്. നമുക്ക് കുടുംബവും ഇല്ല, വീടും ഇല്ല, പുരടവും ഇല്ല, ഒന്നുമില്ല. ഓർത്തോണം, ഇതെല്ലാം ആരുടെയാണ്? നമ്മൾ വന്നപ്പോ എന്തെങ്കിലും കൊണ്ടുവന്നോ? ഇല്ല. ഭഗവാൻ സാക്ഷാൽ ഭഗവാന്റെയാണ്. പിന്നെ ഭഗവാന് കൊടുക്കാതെ നമ്മൾ എന്തെങ്കിലും കഴിച്ചു കഴിഞ്ഞാൽ എന്താ പറ്റുന്നത്? കള്ളന്മാരുടെ കൂട്ട കട്ടു തിന്നുമല്ലേ, അല്ലേ? ചോരനായി പോകും നമ്മൾ. അതുകൊണ്ട് നമ്മൾ എന്തെടുത്തു കഴിഞ്ഞു കഴിഞ്ഞാലും, നമ്മൾ ഗുരുവായൂരൊക്കെ കാണുന്നില്ലേ, ആദ്യം കൊലയ്ക്കുന്ന കൊല ഭഗവാൻ കൊണ്ടുവെക്കും. ആദ്യമായിട്ട് എന്ത് കൃഷി സാധനങ്ങൾ ഉണ്ടായി കഴിഞ്ഞാലും നമ്മൾ അങ്ങോട്ട് കയറുന്ന ദർശനത്തിന് കയറുന്ന സ്ഥലത്ത് എന്തോ കൃഷി സാധനങ്ങളാണ് നിൽക്കുന്നത്, അല്ല കിടക്കുന്നത്. അതേപോലെ ഏത് കാര്യമായി കഴിഞ്ഞാൽ നമ്മളും അങ്ങനെ തന്നെയാണ്.
ഇപ്പൊ കുട്ടികൾക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ ജോലി കിട്ടിക്കഴിഞ്ഞാൽ ആദ്യത്തെ ശമ്പളത്തിൽ ഒരു ഭാഗം കൊണ്ടുവന്നിട്ട് ഭഗവാൻ എന്തെങ്കിലുമൊക്കെ നേർച്ചകൾ നടത്തും. അതൊക്കെ ശരിയായിട്ടുള്ള കാര്യങ്ങൾ. അന്നേരം എന്തായി, എല്ലാം ഭഗവാന് തന്നെ നിർമ്മിച്ചു. അന്നേരം നമുക്ക് കർമ്മം ചെയ്യുക, നീ കർമ്മം ചെയ്യണം. നീ കർമ്മം ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാലുണ്ടല്ലോ അതിന്റെ ഫലം നമ്മൾ ഇച്ഛിക്കരുത്. കർമ്മഫലേച്ഛ ഇല്ലാതെ എന്ത് കർമ്മം ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാലും ഉണ്ടല്ലോ അത് തീർച്ചയായിട്ടും ഭഗവാനാണ് എല്ലാ ഫലവും. നമ്മൾ കർമ്മം ചെയ്യുന്നു. അതുകൊണ്ട് നമുക്ക് കർമ്മം ചെയ്യാനുള്ള എത്രയോ എല്ലാ തരത്തിലുള്ള അനുഗ്രഹവും ഭഗവാൻ തരും. അതുകൊണ്ട് ആ ഒരു രീതിയിൽ നമ്മൾ മുന്നോട്ട് പോയാൽ മതി. ഇപ്പൊ നമ്മൾ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാളിയന്റെ ദംശത്തെ എങ്ങനെയാണ്, അഹങ്കാരത്തെ എങ്ങനെയാണ് നശിപ്പിച്ചത്. ഭഗവാന്റെ ഇതുണ്ട്, ശരണമേഖണി ഗരുഡവാഹനം. ഭഗവാൻ ആരാണ്? ഗരുഡവാഹനനാണ്. അതേപോലെയോ ശരണമേഖണി ഗർവനാശനം. ആരായി കഴിഞ്ഞു കഴിഞ്ഞാലും ഒരു ശകലം ഒരു ഗർവ് വന്നു കഴിഞ്ഞാൽ അത് ഭഗവാന്റെ പ്രിയപ്പെട്ടവരാണെന്നുണ്ടെങ്കിൽ, ഭഗവാന്റെ ഇഷ്ടഭക്തരാണെന്നുണ്ടെങ്കിലും അവരിൽ ഗർവ് ഒരു ശകലം ഒന്ന് തലപൊക്ക് വരുവാന്നുണ്ടെങ്കിൽ ഉടനെ അതിനെ തച്ചുടയ്ക്കും. നിങ്ങൾക്കൊക്കെ ഒരുപാട് അനുഭവങ്ങൾ കാണുമായിരിക്കും തീർച്ചയായിട്ടും. ഇവിടെ അതേപോലെ തന്നെയാണ്. കാളിയന് ഗർവിനെ എന്ത് ചെയ്യാന്, നശിപ്പിക്കാൻ വേണ്ടിയിട്ടാ ഭഗവാൻ ഈ ലീലയാടുന്നത്. ഇപ്പൊ അടുത്തത് ഭഗവാന് യമുനയിൽ നീന്തി എല്ലാ കാളിയന്റെ അടുത്ത് ചെന്നു. കാളിയനും ഭഗവാനുമായിട്ട് ഭയങ്കര യുദ്ധം നടന്നു. പക്ഷെ ചോര ഛർദ്ദിക്കുന്നു. അത്രയ്ക്കും ഭഗവാനെ കാളിയന് ഇത്രയും കൊത്തി 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 ഇതെല്ലാം ചെയ്തിട്ടുണ്ടെങ്കിൽ ഭഗവാൻ യാതൊരു വ്യത്യാസവും ഇല്ല. നാഗപത്തിമാർക്ക് മനസ്സിലായി കഴിഞ്ഞു. ഇത് സാധാരണ ഒരു കുട്ടിയല്ല, സാക്ഷാൽ ഭഗവാൻ തന്നെയാണ്. സാക്ഷാൽ ഗോലോക അധിപനാണ്. സാക്ഷാൽ ശ്രീകൃഷ്ണ ഭഗവാനാണിത്. ഒരു കണ്ടു, മയിൽപ്പീലി കണ്ടു, ഓടക്കുഴൽ കണ്ടു. അങ്ങനെ ഭഗവാനാണെന്ന് മനസ്സിലായിക്കൊണ്ട് അവര് ഭഗവാനെ സ്തുതിക്കാൻ തുടങ്ങി. സ്തുതിച്ചപ്പോ ആ സ്തുതിയിൽ പ്രസന്നനായിക്കൊണ്ട് ഭഗവാൻ എന്ത് ചെയ്തു, കാളിയന്റെ ആ പത്തിയില്ലേ, ആ പത്തിയിൽ മേളിൽ നിന്നിട്ട് ഡാൻസ് ചെയ്യാൻ തുടങ്ങി, നൃത്തം ചവിട്ടാൻ തുടങ്ങി. അതാണ് നമ്മളിപ്പോ വായിക്കുന്നത്. അഥവാരിണി ഘോരതരം പണിനം പ്രതിവാരയിതും കൃതതീർഭഗവാൻ ദ്രുതമാരിതീരഗനീപതേരും വിഷമാരുതശോഷിത പർണചയം. അഥവാരിണി ഘോരതരം ഭണിനം പ്രതിവാരയിതും കൃതതീർഭഗവാൻ ദ്രുതമാരിതീരഗനീപതേരും വിഷമാരുതശോഷിത പർണചയം. അഥവാരിതി ഘോരധരം ഫണിനം പ്രതിവാരയിതും കൃതതീർഭഗവൻ ദ്രുതമാരിതീരഗനീപതേരും വിഷമാരുതശോഷിത പർണചയ. അഥവാരിണി ഘോരധരം ഫണിനം പ്രതിവാരയിതും കൃതതീർഭഗവൻ ദ്രുതമാരിതീരഗനീപതേരും വിഷമാരുതശോഷിത പർണചയം. വായിച്ചാട്ട്. ഹരേ കൃഷ്ണ. അഥവാരിണി ഘോരതരം ഫണിനം പ്രതിവാരയിതം കൃതതീർഭഗവൻ ദ്രുതമാരിതീരഗനീപതേരും വിഷമാരുതശോഷിത പർണചയം. ഹരേ കൃഷ്ണ. ഘോരതരം ഫണിനം പ്രതിവാരയിതോ കൃതതീർഭഗവൻ ദ്രുതമാരിതീരഗനീപതേരും വിഷമാരുതശോഷിത പർണചയം. ഹരേ കൃഷ്ണ മാതാജി. ഹരേ കൃഷ്ണ. നെക്സ്റ്റ്. ഹരേ കൃഷ്ണ മാതാജി. ഭഗവതേ വാസുദേവായ. അഥവാരിണി ഘോരതരം ഫണിനം പ്രതിവാരയിതം കൃതതീർഭഗവൻ ദ്രുതമാരിതീരഗനീപതേരും വിഷമാരുതശോഷിത പർണചയം. ഹരേ കൃഷ്ണ. എല്ലാരും കൂടെ ഒരുമിച്ച് വായിക്കുമ്പോ എന്തൊരു രസമാണെന്നറിയാമോ കേൾക്കാനെ കൊണ്ട്. വേറെ വായിക്കൂ. ഹരേ കൃഷ്ണ മാതാജി. അഥവാരിണി ഘോരതരം ഫണിനം പ്രതിവാരയിത് കൃതതീർഭഗവൻ ദ്രുതം ആരിതീരഗനീപതേരും വിഷമാരുതശോഷിത പർണചയം. ഇനി ഒരു പ്രവചി വായിച്ചോളൂ. ഹരേ കൃഷ്ണ. അഥവാരിണി
ഘോരതരം പണിനം പ്രതിവാരയിതും കൃതധീർഭഗവൻ ദ്രുതമാരിതീരഗണീപതരും വിഷമാരുതശോഷിത പർണജയം. ഹരേ കൃഷ്ണ. ഹരേ ഹരേ കൃഷ്ണ. കൃഷ്ണ. ഈ ഒരു പ്രവൃത്തി വായിച്ചോളൂ. ഹരേ കൃഷ്ണ. അധവാരിണി ഘോരതരം പണിനം പ്രതിവാരയിതും കൃതധീർഭഗവാൻ ദ്രുതമാരിതീരഗണീപതരും വിഷമാരുതശോഷിത പർണജയം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. അഥവാരിതവാരിണി ഘോരതരം പണിനം പ്രതിവാരയിതും കൃതധീർഭഗവൻ ദ്രുതമാരുതീരഗണീപതരും വിഷമാരുതശോഷിത പർണജയം. ഞാൻ കാടയിൽ കുറെ മുന്നോട്ടങ്ങ് പോയി. പക്ഷെ ഇവിടെ എന്ന് പറയുന്നത് ഭഗവാന് യമുനയിൽ ചാടുന്ന ആ ഒരു ഇതാണ് പറയുന്നത്. അധവാരിണി ഘോരതരം പണിനം, കാളിന്തി ജലത്തില് അതിഭയങ്കരനായ കാളിയൻ അവിടെ വന്നിരിക്കുന്നു. എന്നിട്ട് എന്ത് ചെയ്തു ഭഗവാൻ? വാരയിതും കൃതധീർ ഭഗവാൻ. ഭഗവാൻ എന്ത് തീരുമാനിച്ചു? ഇവനെ പറഞ്ഞയച്ചിട്ട് എന്നെ കാര്യമുള്ളൂ. എന്തുകൊണ്ടാണ് ഇവനെ പറഞ്ഞയക്കുന്നത്? ഇവനെ യാതൊരു ഉപദ്രവവും ആർക്കും ചെയ്തില്ലെന്നുണ്ടെങ്കിൽ അവൻ അവിടെ തന്നെ വസിക്കാമായിരുന്നു. പക്ഷെ അങ്ങനെയല്ല. അവന്റെ അഘോര വിഷം യമുനയിലെ നദിയില് കലർന്നിട്ട് അത് ആ യമുന ജലം കുടിക്കുന്ന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെല്ലാവരും ആ സമയത്തെല്ലാം യമുനയിൽ നിന്നാണ് വെള്ളം കൊണ്ടുപോയിട്ട് കുളിക്കുന്നതല്ല യമുനയിലെ എല്ലാം ചെയ്യുന്നത്. പക്ഷെ കുടിക്കുന്നത് പോലും ആ വെള്ളത്തിലാണ്. പിന്നെ അതും മാത്രമല്ല, അതിലേക്കൂടെ ഒരു പക്ഷി പറന്നു പോയാൽ പോലും ഈ വിഷത്തിന്റെ ആ ഘോരമായിട്ടുള്ള ആ വിഷക്കാറ്റേറ്റിട്ടുണ്ടല്ലോ, ആ പക്ഷി പോലും ചിറകറ്റി താഴെ വീണ് മരിക്കുക ചെയ്യുന്നത്. അതേപോലെ അവിടെ ഒരു വൃക്ഷങ്ങളും ഇല്ല കരിയാത്തതായിട്ട്. പക്ഷെ ഒരു കദംബവൃക്ഷം, ഞാനത് പറഞ്ഞു, ആ കദംബവൃക്ഷം മാത്രമേ ഉള്ളൂ. ആ കദംബവൃക്ഷം എന്തുകൊണ്ടാണ് കരിയാതെ പോയത്? എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഗരുഡൻ എപ്പോഴോ ആണെന്നുണ്ടെങ്കിൽ തന്റെ അമ്മയ്ക്ക് വേണ്ടിയിട്ട് പിന്നെ അമൃത് കൊണ്ടുപോകുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ ആ കദംബവൃക്ഷത്തിൽ വെക്കുന്ന സമയത്ത് 1-2 തുള്ളി അതിനകത്ത് വീണു. പക്ഷെ രസമ കാണാനെ കൊണ്ട് കേട്ടോ. അതിങ്ങനെ ചരിഞ്ഞാ നിൽക്കുന്നത്. പക്ഷെ അതിന്റെ വേരുകളേ ഇല്ല എന്നുള്ളതാണ്. അതിനകത്ത് നല്ലൊരു ഗുഹയുണ്ട്. പണ്ടൊക്കെ കൃഷ്ണനും കൂട്ടുകാരും കയറി കളിക്കുന്ന സ്ഥലമായിരുന്നു. നമ്മൾ ഇങ്ങനെ നോക്കുന്ന സമയത്ത് കാണും. പക്ഷെ നോക്കിക്കോ ശ്രദ്ധിച്ചോണം. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കുരങ്ങന്മാരപ്പുറത്തിരിപ്പുണ്ട്. അവര് വന്ന് വേണമെങ്കിൽ എന്നിട്ട് നമ്മളെ അടിക്കാനും ചാൻസ് ഉണ്ട്. പക്ഷെ എന്തായാലും നല്ല രസമാണ്. അതിനെ നമ്മൾ ആ കദംബവൃക്ഷത്തെ ഇപ്പോഴായി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മളെല്ലാരും പോകുമ്പോൾ പരിക്രമ ചെയ്യുമെന്നുള്ളതാണ്. അവിടെ പിന്നെ വിളക്കൊക്കെ വെക്കും. അങ്ങനെ എന്തുകൊണ്ടാ? ഭഗവാൻ എന്ത് ചെയ്തു? ആ കദംബവൃക്ഷത്തിൽ നിന്നാണ് യമുനയിലേക്ക് ചാടുന്നത്. അതിരൂക്യ പദാംബുരുഹേണ ജതം നവപല്ലവ തുല്യമനോഞ്ചരുജ ഹൃദവാരിണി ദൂരതരം നൃപദ പരിഘൂർണിതഘോരതരം ഗഗണേ. അതിരൂക്യ പദാംബുരുഹേണ ജതം നവപല്ലവ തുല്യമനോഞ്ചരുജ ഹൃദവാരിണി ദൂരതരം നൃപദ പരിഹൂണിതഘോരതരം ഗഗണേ. അതിരൂക്യ പദാംബുരുഹേണ ജതം നവപല്ലവ തുല്യമനോജരുജ ഹൃദവാരിണി ദൂരതരം നൃപദ പരിഹൂണിതഘോരതരം ഗഗണേ. വായിച്ചാട്ട്. കൃഷ്ണ മാതാജി. നമോ ഭഗവദേവായ. അതിരൂപ്യ പദാംബുരുഹേണ ജതം നവപല്ലവതുല്യമനോജ്ഞരുജ ഹൃദവാരിണി ദൂരതരം നൃപദ പരിപൂർണിതഘോരതരം ഗഗണേ. വെരി ഗുഡ്. വായിക്കും. പദാംബുരുഹേണ ചതം നവപല്ലവതുല്യമനോജ്ഞരുജ ഹൃദവാരിണി ദൂരതരം നൃപദ പരിപൂർണിതഘോരതരം ഗഗണേ. ഹരേ കൃഷ്ണ. നവവല്ലഭതുല്യമനോഞ്ജരുജ ഹൃദവാരിണി ദൂരതരം നൃപദ പരിപൂർണഘോരതരം ഗഗണേ. ഹരേ കൃഷ്ണ മാതാജി. കൃഷ്ണ വായിച്ചോളൂ. അതിരൂഹ്യ പദാംബുരുഹേണ ചതം നവപല്ലവതുല്യമനോജ്ഞരുജ ഹൃദവാരിണി ദൂരതരം നൃപദ പരിപൂർണിതഘോരതരം ഗഗണേ.
ഹരേ കൃഷ്ണ. എല്ലാവരും എക്സ്പെർട്ട് ആയല്ലോ, വെരി ഗുഡ്. നെക്സ്റ്റ്. ഹരേ കൃഷ്ണ മാതാജി. അതിരൂഹ്യ പദാം പുരുഷേണ ചതം നവപല്ലവ തുല്യ മനോജരുജ ഹൃദവാരിണി ദൂരതരം നൃപത പരിഗൂണിത ഘോര തരംഗഗണേ. കൃഷ്ണ മാതാജി. വെരി ഗുഡ്. ഹരേ കൃഷ്ണ, വെരി ഗുഡ്. ഇനി ഒരു പ്രവചനം വായിച്ചോളൂ. അതിരൂഹ്യ പദാംബുരുഹേണ ചതം നവപല്ലവ തുല്യ മനോജരുജ ഹൃദവാരിണി ദൂരതരം നൃപദ പരിപൂർണിത ഘോരതരംഗഗണേ. വെരി ഗുഡ്. ഇനി ഒരു പ്രവചനം ഓം വായിച്ചോളൂ. നമോ ഭഗവതേ വാസുദേവായ. അതിരൂഹ്യ പദംബുരഹേണ ചതം നവപല്ലവ തുല്യ മനോജ്ഞരുച ഹൃദവാരിണി ദൂരതരം നൃപത്തഃ പരിപൂർണിത ഘോരതരംഗഗണേ. അതിരൂഹ്യ പദാംബുരുഹേണ ചതം നവപല്ലവ തുല്യ മനോജരുജ ഹൃദവാരിണി ദൂരതരം നൃപത പരിഗൂണിത ഘോരതരംഗഗണേ. ഭഗവാന്റെ പദാംബുരു എങ്ങനെയുള്ളതാണ്? ഭഗവാന്റെ ആ പാദങ്ങള് എങ്ങനെയുള്ള ഇളന്തളിർ മനോഹര കാന്തിയുള്ള പാദങ്ങളാണ്. എന്താന്ന് വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ ഭഗവാന്റെ പാദമല്ലേ ആ പാദം എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇലയിള എങ്ങനെയാ, അതിനെങ്ങാണ്ട് കട്ടിയുണ്ടോ? അതേപോലുള്ള ആ ചുമന്ന തുടുത്ത പാദങ്ങൾ കൊണ്ട് ഭഗവാൻ എന്താ ചെയ്തിരിക്കുന്നത്? ഹൃദവാരിണി നൂരതരം നൃപദ പരികൂടിത ഘോരതരം ജഗണേ. ഭഗവാൻ ആ കദംബവൃക്ഷത്തില് കയറുന്നു. കദംബവൃക്ഷവും അതെന്നുണ്ടെങ്കിൽ ആ വിഷക്കാറ്റേറ്റ് ഉണങ്ങിപ്പോയതുപോലെ തോന്നി. പക്ഷെ ഭഗവാന്റെ ആ തൃപാദം ആ കദംബവൃക്ഷത്തിലേക്ക് വെച്ച സമയത്ത് ആ ഇലകളെല്ലാം നല്ല പച്ച തളിര് പോലെ ശോഭിച്ചിട്ട് ഭഗവാൻ എന്താ ചെയ്യുന്നത്? പരികൂണിത ഘോര തരംഗഗണേ ആഹാര ജലത്തിലേക്ക് കുളിപ്പിച്ചു ചാടുകയാണ് ചെയ്യുന്നത് ഭഗവാൻ. പണ്ട് ഞാൻ പറഞ്ഞു ഗരുഡനാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ അമ്മ ഗരുഡന്റെ അമ്മയുടെ പേരെന്തോ വിനീത. വിനീതയുടെ ദാസിന്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിനീതയും കദ്രു രണ്ടുപേര് ചേട്ടത്തി അനിയത്തിയാണ്. വിനീതയ്ക്ക് ഗരുഡന്, കദ്രു എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പാമ്പുകള്, കുട്ടികള്. എന്നിട്ടാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്താ വിനീതയും കദ്രുവും കൂടിയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒരു മത്സരം വെച്ചു. മത്സരത്തിൽ എന്താ പറയുന്നത്, സ്വർഗത്തിലെ ഒരു ക്ഷേത്രമായിട്ടുള്ള ഒരു കുതിരയുണ്ട്. ആ കുതിരയുടെ പേര് ഞാൻ ഓർക്കുന്നില്ല. ആ കുതിരയ്ക്കാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ വിനീത കദ്രു പറഞ്ഞു എന്താ അതിന്റെ വാലിനാണെന്നുണ്ടെങ്കിൽ ഒരു കറുപ്പ് പുള്ളിയാണെന്ന് പറഞ്ഞു. പക്ഷെ വിനീത പറഞ്ഞു ഇല്ല, കറുപ്പല്ല, അതെല്ലാം ഫുള്ള് വെള്ളയാണെന്ന് പറഞ്ഞു. പക്ഷെ ഇവര് രണ്ടുകൂടെ തർക്കമായി കഴിഞ്ഞപ്പോൾ എന്ത് പറഞ്ഞു? ആര് ജയിക്കുന്നുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അവര് ജയിക്കുന്നവരുടെ ദാസര് തോൽക്കുന്നവരാവണമെന്ന്. അങ്ങനെ വിനീതയും കദ്രുകൂടെ ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇങ്ങനെ മത്സരം വെച്ച് കഴിഞ്ഞിട്ട് ഈ കദ്രു എന്ത് ചെയ്തെന്നറിയാമോ? ഒരു പാമ്പിന്, അവരുടെ മക്കളല്ലേ പാമ്പ്, ആ ഒരു പാമ്പിനോട്, ചെറിയൊരു പാമ്പിനോട് പറഞ്ഞു അതിന്റെ വാല് ചെന്നിരിക്കാൻ. അന്നേരം അത് കറുത്തതായില്ലേ, വാല് കറുപ്പ് പോലെ തോന്നി. അങ്ങനെ വിനീത കദ്രുവിന്റെ ദാസിയായി. ആ ദാസത്തിൽ നിന്നിട്ട് മുക്തനാവണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും? ഇവര് ഒരു കണ്ടീഷൻ വെച്ചു. ദേവലോകത്ത് ചെന്നിട്ടാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ അമൃത് കൊണ്ടുവരണമാണ്. അങ്ങനെ അമൃത് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഗരുഡൻ പോയി. എന്നിട്ട് ഇന്ദ്രനോട് പറഞ്ഞ് അമൃതൊക്കെ കൊണ്ടുവന്നു. ആ അമൃത് കൊണ്ടുപോകുന്ന സമയത്താണ് ഈ കദംബവൃക്ഷത്തിൽ വെച്ചിട്ട് 2-3 തുള്ളി അതിനകത്ത് വീണുകൊണ്ടാണ് ഇപ്പോഴും ആ കദംബവൃക്ഷം ഉണ്ട് കേട്ടോ. ആ കദംബവൃക്ഷം കൊണ്ട് ഇലകളെല്ലാം നല്ല പച്ചലിപ്പായി ഇപ്പോഴും ഉള്ളത്. നല്ല രസമാണ് കാണാൻ. ഞാനതാ പറഞ്ഞത്, നമ്മളെല്ലാം അതിന് പ്രദക്ഷിണം ചെയ്യും, എന്നിട്ട് വിളക്കൊക്കെ കൊണ്ടുവെക്കും എന്നൊക്കെ. മനസ്സിലായോ? അതെ. എന്നിട്ട് ഭഗവാൻ ചാടിയപ്പോഴോ കാളിന്തി ജലം ഇങ്ങനെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പകാടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പർവ്വതം എങ്ങനെയാ ജലത്തിൽ വീഴുമ്പോൾ എങ്ങനെയാ വെള്ളമാണെന്നുണ്ടെങ്കിൽ എങ്ങനെയാ പിന്നെ കുതിച്ചുയരത്തില്ലേ, അതേപോലെ ആ വെള്ളം എല്ലാം കുതിച്ചു ഉയരുന്നു. ഭുവനത്രയഭാരഭൃതോ ഭവതോ ഗുരുഭാരവിഹംബി വിജംബിജല പരിമജ്ജയതി സ്മധനുഷതക തടിനീ ജഡിതി സ്ഫുടഘോഷവതി ഭുവനത്രയഭാരഭൃതോ ഭവതോ ഗുരുഭാരവിഹംബി വിജംബിജല പരിമജ്ജയതി സ്മധനുഷതക
തടിനി ജഡിതി സ്ഫുടഘോഷവതി ഭുവനേത്രയഭാരഭൃതോ ഭവതോ ഗുരുഭാരവിഹംബി വിജംബിജലാ വിജംബിജലാ പരിമജയതി സ്മദനുഷതഃ തടിനി ജഡിതി സ്ഫുടഘോഷവതി ഭുവനേത്രയഭാരഭൃതോ ഭവതോ ഗുരുഭാരവിഹംബി വിജംബിജലാ പരിമജയതി സ്മദനുഷതഃ തടിനി ജഡിതി സ്ഫുടഘോഷവതി തടിനി ജഡിതി സ്ഫുടഘോഷവതി ഭുവനത്രയ ഭാരഭൃതോ ഭവതോ ഗുരുഭാരവിഹംബി വിജംബിജലാ പരിമജയതി സ്മദനുഷതഃ തടിനി ജഡിതി സ്ഫുടഘോഷവതി. വായിച്ചാട്ടെ. ഹരേ കൃഷ്ണ. ഭുവനത്രയഭാരഭൃതോ ഭവതോ ഗുരുഭാരവിഹംബി വിജംബിജലാ പരിമജ്ജയതി സ്മദനുശതകം തടിനി ജഡിനി സ്ഫുടഘോഷവതി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ മാതാജി. ഗുരുഭാരവിജംബിജലാ പരിമജ്ജയന്തി സ്മദനുശതകം തടിനി ജഡിതി സ്ഫുടഘോഷവതി. ഹരേ കൃഷ്ണ മാതാജി. ഹരേ കൃഷ്ണ. ഭാരഭൃതോ ഭവതോ ഗുരുഭാരവിഹംബി വിജംബിജലാ പരിമജ്ജയതി സ്മദനുശതകം തടിനി ജഡിതി സ്ഫുടഘോഷവതി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. വായിച്ചോളൂ. അടുത്താള് വായിച്ചോളൂ. ഭുവനത്രയഭാരഭൃതോ ഭവതോ ഗുരുഭാരവിഹംബി വിജൃംഭിജലാ പരിമജ്ജയതി സ്മദനുശതകം തടിനി ജഡിതി സ്ഫുടഘോഷവതി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഭുവനത്രയഭാരഭൃതോ ഭവതോ ഗുരുഭാരവിഹംബി വിജംബിജലാ വെരി ഗുഡ്. ഇനി ഒരു പ്രൗജി വായിച്ചോളൂ. പ്രൗജി വായിക്കൂ. സുനിൽ വായിക്കൂ. മാതാജി. ഭുവനത്രയഭാരഭൃതോ ഭവതോ ഗുരുഭാരവിഹംബി വിജൃംഭിജലാ പരിമജ്ജയതി സ്മദനുശതകം തടിനി ജഡിതി സ്ഫുടഘോഷവതി. അങ്ങനെ ഭുവനത്രയ ഭാരഭൃതോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഭുവനത്തിന് മൂന്ന് ലോകത്തിന്റെയും ഭാരമൊത്തം ഭഗവാനിലല്ലേ ഇരിക്കുന്നേ. ഗുരുഭാരവിഹംബി വിജംബി ജല ആ ഭാരം ഭഗവാന്റെ ആ ഭാരം എല്ലാം കൂടെ വെള്ളത്തിലോട്ട് വീണപ്പോഴത്തേക്ക് എന്താ പറ്റിയത്? വെള്ളമാകെ ഇളകി മറിഞ്ഞു എന്നുള്ളതാ. ഇളകി മറിഞ്ഞിട്ട് എന്താ ആ വെള്ളം ഇങ്ങനെ ഇളകി മറിയുന്ന സമയത്ത് ആ വെള്ളം എങ്ങനെയാ കരയിലോട്ട് വരില്ലേ? അങ്ങനെ കരയിലോട്ട് വരുന്നു. പരിവഞ്ജയതി സ്മദനുശതക തടിനി ജഡിതി സ്ഫുടഘോഷവതി. അത് ആ വെള്ളം എല്ലാം കൂടെ വന്നിട്ട് എന്താ കരയിലെ മുക്കി എന്നുള്ളത്. കരയിലോട്ട് ആവിച്ചു വന്നിട്ട് കരയിലോട്ട് മുക്കി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ഇപ്പൊ നമ്മള് ഒരു കുടം, ആ കുടത്തിലാണെന്നുണ്ടെങ്കിൽ നിറയെ വെള്ളം ഇരിക്കുക. നിറയെ വെള്ളം ഇരിക്കുന്നതിനകത്ത് കുറച്ച് ഒരു കല്ലിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ വെള്ളം എങ്ങനെയാ ഇങ്ങനെ പൊന്തി മേളി വരില്ലേ, മേളില് സ്പ്രെഡ് ആവില്ലേ എന്ന് പറയുന്നത് പോലെ ഭഗവാൻ ആരാണ്? ഭുവനത്തിന്റെ ത്രിഭുവനത്തിന്റെയും വെള്ളത്തിൽ ചാടിയിരിക്കുന്നത്. ആ കാളിന്തിയിലേക്ക് ചാടിയ സമയത്ത് ആ ഏതോ ഒരു മല വന്ന് വീഴുന്നത് പോലെ എല്ലാവർക്കും തോന്നിയതെന്നുള്ളത് ആ ജലത്തിനടിയിലുള്ള എല്ലാ ജീവജാലങ്ങൾക്കും. എന്നിട്ട് എന്താ ചെയ്തത്? ആ വെള്ളമെല്ലാം കൂടി ഇങ്ങനെ കരയിലോട്ട് വന്നിട്ട് ആ കരവെല്ലാം മുക്കിയെന്നാണ് ഈ പറയുന്നത്. എന്നിട്ടോ കാളിയൻ എന്താ ചെയ്യുന്നത്? ഇത് എന്താണെന്ന് വിചാരിച്ചിട്ട് കാളിയെ കോപിച്ചിട്ട്, കാളിയൻ വലിയ ആളെന്നും പറഞ്ഞിരിക്കുമല്ലേ, അന്നേരം കാളിയെ കോപിച്ചിട്ട് വെള്ളത്തിൽ നിന്നിട്ട് പൊങ്ങി വരുന്നു. ഇതെന്താണെന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ്. അദീഷു വിരീഷു ഭരീഷു പിതാ പ്രമിതോദരഭാരിണിനാദ ഭരേ ഉദഹാത്
ഉദഹാദുദഹാദുരകാധിപതി തുതുവാന്തമശാന്തരുഷാന്തമന അതതേഷു വിരേഷു ഹരീഷു ഭിത പ്രേമിതോദരവാരിണിനാദ പരേ ഉദഹാദുദഹാദുരകാധിപതി തുതുപാന്തമശാന്തരുഷാന്തമന അതതേഷു വിരേഷു ഭരേഷു ഭിത പ്രമിതോദരവാരിണിനാദ പരേ ഉദഹാദുദഹാദുരകാധിപതി തുതുപാന്തമശാന്തരുഷാന്തമന അതതീഷു വിദുഷു ഭരീഷു ഭിത പ്രമിതോദരവാരിണിനാദ പരേ ഉദഹാദുദഹാദുരകാധിപതി ഉദഹാദുദഹാദുരകാധിപതി തുതുപാദ അശാന്ത രുഷാന്തമന തുതുപാദ അശാന്ത രുഷാന്തമന അതതീഷു വിദുഷു ഭരീഷു ഭിത പ്രമിതോദരവാരിണിനാദ പരേ ഉദഹാദുദഹാദുരകാധിപതി തുതുപാന്തമശാന്തരുഷാന്തമന. ഹരേ കൃഷ്ണ മാതാജി. മാതാജി. അതതീഷു പരീഷു പിതാ ഭ്രമതോദരവാരിണിനാദ പരേ ഉദകാദുദകാദുരകാധിപതി തുതുപാന്തമശാന്തരുഷാധമന. ഹരേ കൃഷ്ണ. വെരി ഗുഡ്. നെക്സ്റ്റ് വായിച്ചോളൂ. അതതീഷു വേദേഷു പരീഷു പിതാ ഭ്രമിതോദരവാരിണിനാദ പരേ ഉദകാദുദകാദുരകാധിപതി തുതുപാന്തമശാന്തരുഷാന്തമന. വെരി ഗുഡ്. നെക്സ്റ്റ്. ഹരേ കൃഷ്ണ. അതതീഷു വിദീഷു പരീഷു പിതാ പ്രമിതോദരവാരിണിനാദ പരേ ഉദകാദുദകാദുരകാധിപതി സ്തുതുപാന്തമശാന്തരുഷാന്തമനാഃ. ഹരേ കൃഷ്ണ. വിദിഷു പരിഷു വിത പ്രമിതോദരവാരിണിനാദ പരേ ഉദകാദുരകാദുരകാധിപതി സ്തുതുപാന്ത അശാന്തരുഷാന്തമന. ഹരേ കൃഷ്ണ. നെക്സ്റ്റ്. ഹരേ കൃഷ്ണ മാതാജി. അതപിക്ഷു വിദുഷു പരിക്ഷു പിത പ്രമിതോദരവാരിധിനാദ പരേ ഉദകാദുദകാദുരകാധിപതി തുതുപാന്തമശാന്തരുഷാന്തമന. ഹരേ കൃഷ്ണ മാതാജി. ഹരേ കൃഷ്ണ. നാണം കെട്ട് എന്താ ഇരിക്കുന്ന ആൾക്കാരുണ്ടല്ലോ, അയ്യോ എനിക്കങ്ങ് ലജ്ജ വരുന്നു വായിക്കാന്ന് പറഞ്ഞിരിക്കുന്ന ആൾക്കാരുണ്ടല്ലോ, അവിടെ ഇരുന്ന് പോകും കേട്ടോ. സ്മാർട്ടായിട്ടുള്ള സ്കൂളിലായി കഴിഞ്ഞാലും എങ്ങനെയാ, തെറ്റാണെന്നുണ്ടെങ്കിലും ഉണ്ടല്ലോ സ്മാർട്ടായിട്ടുള്ള പിള്ളേരെ വർത്തമാനമൊക്കെ പറയും, ടീച്ചർമാരെ കരക്കി അടിച്ച് ഇത് ചെയ്യുന്ന പിള്ളേരെ ഉണ്ടല്ലോ ടീച്ചർമാർക്ക് ഇഷ്ടമാ, ക്ലാസ്സിൽ എല്ലാവരെയും അവര് മോണിറ്റർ ആക്കും, അങ്ങനെയൊക്കെ ചെയ്യും. ഇത് ഓണം എന്താ തെറ്റിക്കോട്ടെ സാരമില്ല, ഞാനിപ്പോ വായിച്ചിട്ടേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് ആൾക്കാർ ഞാൻ മുന്നോട്ട് വരണം കേട്ടോ പറഞ്ഞത്. ഇനി ഒരു പ്രവചി വായിച്ചോളൂ. ഹരേ കൃഷ്ണ. വായിച്ചു. അതദിഷു വിദിഷു പരിഷു പതി പ്രമിതോ ഉദരവാരിധി ദിനദാപരൈ ഉദകാദുരകാധിപതി സതുപാന്തമശാന്തരുഷാന്തമന. വെരി ഗുഡ്. ഇങ്ങനെ 10 തവണ വായിക്കുമ്പോ അങ്ങ് ശരിയാവും കേട്ടോ. എന്നിട്ട് എന്താ നമ്മൾ ചെയ്യുന്നത്? അതദീഷു നിനാദ വരെ വെള്ളത്തി മറിച്ചു, വെള്ളത്തിലെ ആ ശബ്ദം കേട്ടിട്ട് എന്താ വന്നിരിക്കുന്നത്? അശാന്തരുഷ അന്തമന. ആ ശബ്ദം എല്ലാം കേട്ടിട്ട് എന്താ കാളിന് ഭയങ്കരമായിട്ടുള്ള ആ ഒരു അവനോ അല്ലെങ്കിൽ തന്നെ അഹങ്കാരി അവനാണെന്നുണ്ടെങ്കിൽ കോപം വന്നു കഴിഞ്ഞാൽ എങ്ങനെയാ വിവേകം നശിക്കും. മനസ്സിലായി പറഞ്ഞത്? ആ കോപം വന്നിട്ട് താരാ ഇവിടെ വന്നിരിക്കുന്നത്, എന്റെ വാസസ്ഥലത്ത് ഇത്ര അഹങ്കാരമോ എന്നുള്ള ആ നെവട്ടില് അവനെ കോപിച്ചോണ്ട് വരുവാന്നുള്ള ഉരകാധിപതി കാളിയന്. ഉരകാധിപതി എന്ന് പറഞ്ഞ കാളിയന്. ഉദകാ ദുരുപാന്തം ഉദകാത്, വെള്ളത്തിൽ നിന്ന് ഭഗവാൻ വരുന്നു എന്നുള്ളത്.
ഭഗവാന്റെ ആ ചാട്ടത്തിലുണ്ടല്ലോ, കാളിന്തി നദിയാണെന്നുണ്ടെങ്കിൽ മൊത്തം ഇളകി മറിഞ്ഞു എന്നുള്ളതാണെന്നുള്ളത്. ആ വെള്ളം 8 ദിക്കിലും പോയിരുന്നു. എന്നിട്ട് അതിഭയങ്കരമായിട്ടുള്ള ശബ്ദം ഉണ്ടാകുന്നു. ആ ശബ്ദം കേട്ടിട്ട് കാളിയൻ അതിയായിട്ട് കോപിച്ചിട്ട് ആരടുത്തേക്ക് വരുന്നത്? സാക്ഷാൽ ഭഗവാന്റെ അടുത്തേക്കാണ് വരുന്നത്. പത്തി എന്നിട്ട് എന്ത് ചെയ്യുന്നു? പത്തി വരുത്തി ചീറ്റി വരും ആ കാളിയനവിടെ. പണശൃംഗ സഹസ്ര വിനീശമര ജലദഗ്നി കണോഗ്ര വിഷാംബുധര പുരതാ ഫണിന സമലോകയത ബഹുശൃംഗിണമഞ്ജന ശൈലമിവ. പണശൃംഗ സഹസ്ര വിനീശ്രമര ജ്വലദഗ്നി കണോഗ്ര വിഷാംബുധര പുരതാ ഫണിനം സമലോകയത ബഹുശൃംഗിണമഞ്ജന ശൈലമിവ. ഫണശൃംഗ സഹസ്ര വിനീശ്രമര ജ്വലദഗ്നി കണോഗ്ര വിഷാംബുധര പുരതാ ഫണിന സമലോകയത ഭൃഗുശൃംഗിണമഞ്ജന ശൈലമിവ. ഫണശൃംഗ സഹസ്ര വിനീശ്രമരം ജ്വലദഗ്നി കണോഗ്ര വിഷാംബുധരം പുരതാ ഫണിനം സമലോകയത ബഹുശൃംഗിണമഞ്ജന ശൈലമിവ. വായിച്ചോട്ടു. ഹരേ കൃഷ്ണ മാതാജി. ഫണസിംഗ സഹസ്ര വിനീശ്രമര ജലദഗ്നി കണോഗ്ര വിഷാംബുധരം പുരത ഫണിനം സമലോകയത ബഹുശൃംഗ ഗിണമഞ്ജന ശൈലമിവ. ഹരേ കൃഷ്ണ മാതാജി. ഫണശൃംഗ സഹസ്ര വിനിശ്രുമര ജലദഗ്നി ഗുണാഗ്ര വിഷാംബുധരം പുരത ഫണിനം സമലോകയത ബഹുശൃംഗിണമഞ്ജന ശൈലമിവ. ഹരേ കൃഷ്ണ. സഹസ്ര വിനേശ്രമര ജലദഗ്നി ഗണോഗ്ര വിഷാംബുധരം പുരതാ ഫണിനം സമലോകയത ബഹുശൃംഗിണമഞ്ജന ശൈലമിവ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. പണശൃംഗ സഹസ്ര വിനിസ്സുമര അഗ്നി കണോഗ്ര വിഷാംബുധരം പുരതം പണിനം സമലോകയത ബഹുശൃംഗിണം അഞ്ജന ശൈലമിവ. കൃഷ്ണ. വായിക്കാത്തവരോട് വായിച്ചോളൂ കേട്ടോ, വായിക്കാത്തവരോട് വായിച്ചോളൂ. പണശൃംഗ സഹസ്ര വിനശ്ചമര ജലദഗ്നി ഗണോഗ്ര വിഷാംബുധരം പൂരത പണിനം സമലോകയത ബഹുശാർഗിണം ജന ബഹുശൃംഗ ഗണിതം ജന ശൈലമിവ. ഹരേ കൃഷ്ണ. ബഹുശൃംഗിണമഞ്ജന ശൈലമിവ. വായിച്ചോളൂ. ശൃംഗിണമഞ്ജന ശൈലമിവ. ഹരേ കൃഷ്ണ. വണശൃംഗ സഹസ്ര വിനിശ്യമര ജ്വലദഗ്നി കണോഗ്ര വിഷാംബുധരം പുരത ഫണീനം സമലോകയത ബഹുശൃംഗിണ മഞ്ജന ശൈലമിവ. ഹരേ കൃഷ്ണ. മഞ്ജന പറയരുത്, അഞ്ജന. മായ സംസ്കൃതത്തിൽ മാ വരുന്നത് ആയായിട്ട് വരും. പണശൃംഗ സഹസ്ര വിനീശ്രമര ജ്വലദഗ്നി കണോഗ്ര വിഷാംബുധര പുരതാ ഫണിനം സമലോകയത ബഹുശൃംഗിണ അഞ്ജന എന്നിട്ടുണ്ട് ആ ഫണശൃംഗം. ഇവരെ എത്ര ഇനി നമുക്ക് പിന്നെ വായിക്കാം. ഫണശൃംഗ സഹസ്ര വിനീശ്രമര ജ്വലദഗ്നി കണോഗ്ര വിഷാംബുധരം പുരതാ പണിനം സമലോകയത ബഹുശൃംഗിണ അഞ്ജന ശൈലം. അവന് എത്ര പടങ്ങളാണുള്ളത്? സഹസ്ര പടങ്ങളാണുള്ളത്.
മനസ്സിലായി പറഞ്ഞ ഫണങ്ങളാണുള്ളത്. ആ ഫണങ്ങളിൽ നിന്നെല്ലാം എന്താ വരുന്നത്? കൊടും തീ പോലെ ചിതറുന്ന വിഷജലം തുപ്പുക കാളിയൻ അങ്ങനെ വരുന്നത്. അത്രയ്ക്കും ദേഷ്യത്തിലാണ് വരുന്നത്. അവൻ എത്ര പണമുള്ളത്? 1000 സഹസ്ര പണം. ഫണശൃംഗ സഹസ്ര വിനീശ്രമര ജ്വലദാഗ്നി കണോഗ്ര വിഷാംബുദരം. ആ 1000 പണങ്ങളിൽ നിന്നിട്ടും തീ പോലെ വിഷമുള്ള ആ ഒരു തീയുടെ ആ ഉഗ്രതയുള്ള ആ വിഷം അവനിങ്ങനെ തുപ്പിക്കൊണ്ടാണ് വരുന്നത്, കാളിയൻ വരുന്നത്. പുരതാപണിന സമലോകയത ബഹശിങ്കണ മഞ്ജല ശൈലമുഖ. അന്നേരം ആരെയാ കാണുന്നത്? അനേകം കുടിമുടിയുള്ള ഒരു അഞ്ജന പർവ്വതത്തെ പോലെ ഭഗവാനെ കാണുന്നു എന്നുള്ളതാണ്. അന്നേരം അവന് കുട്ടിയാട്ടല്ല തോന്നുന്നതിനുള്ളതാ. ഭഗവാൻ എന്തിനാ? ഭഗവാന് ഭൂമിത്രയ ഭാരമാണ്. എന്നാൽ ത്രയഭൂമിയിലെ 3 ഭൂമിയുടെ 3 ലോകത്തിന്റെയും ഭാരമെല്ലാം കൂടി ഭഗവാനിൽ വെച്ചിരിക്കുന്ന. പണ്ട് യശോദാമ്മ കണ്ടില്ലേ? നീ അന്നെ മണ്ണ് തിന്നില്ലേ, നീ വാ തുറക്കുന്നു പറഞ്ഞിട്ട് വാ തുറന്നു കാണിച്ചപ്പോൾ എന്താ കാണുന്നത് അല്ലേ? അതേപോലെ എത്ര സംഭവങ്ങളാ കാണിച്ചിരിക്കുന്നത്. ഈ ഭുവനത്തെ അത്രയും ഭാരമുള്ള ഒരു അഞ്ജന ശൈലം പോലെ ഇവരിങ്ങനെ സഹസ്ര വനങ്ങളിലും തീ തുപ്പുന്നത് പോലെ വിഷം തുപ്പിക്കൊണ്ട് ഇവൻ വരുന്ന സമയത്ത് ഭഗവാൻ ഇങ്ങനെ ഒരു അഞ്ജന ശൈലം പോലെ അവിടെ കാണുന്നു. ജ്വലദശിപരീശരദുഗ്രവിശാസോഷനോഷ്മഭരാസമഹാപുജഃ പരിദേശ ഭവന്തമനന്തബലം സമവേഷ്ടയദസ്ഫുടചേഷ്ടമഹോ. ജ്വലദശിപരീശരദുഗ്രവിശാസോഷനോഷ്മഭരാസമഹാപുജഃ പരിദേശ ഭവന്തമനന്തബലം. ചിലടത്താണെന്നുണ്ടെങ്കിൽ പരിവേഷ്ടയത് അസ്ഫുട ചേഷ്ടമഹോന്നുണ്ട്, ചിലതിനകത്ത് സമവേഷ്ടയത് അസ്ഫുട ചേഷ്ടമഹോന്നുണ്ട്. അത് രണ്ടും ഒരേപോലെയാണ്. ചില ബുക്കിനകത്ത് സമവേഷ്ടയത് അസ്ഫുട ചേഷ്ടമഹോന്ന, ചില ബുക്കിനകത്ത് ഏതാ പരിവേഷ്ടയത് അസ്ഫുട ചേഷ്ടമഹോ. ജ്വലദാശി പരീശരദുഗ്രവിശാസോഷനോഷ്മഭരാസമഹാപുജഃ പരിദേശ ഭവന്തമനന്തബലം സമവേഷ്ടയദസ്ഫുടചേഷ്ടമഹോ. ജ്വലദക്ഷി പരിശരത് ഉഗ്രവിഷം ശ്വസനോഷ്മഭരാസമഹാപുജഃ പരിദേശ ഭവന്തമനന്തബലം സമവേഷ്ടയദസ്ഫുടചേഷ്ടമഹോ. കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? ജ്വലദക്ഷരത് ഉഗ്രവിഷം ശ്വസനോഷ്മഭരാസമഹാപുജഃ പരിദശ്യ ഭവന്ത അനന്തബലം സമവേഷ്ടയദസ്ഫുടചേഷ്ടമഹോ. വായിക്കാമല്ല? ജ്വലദശി പരിശരത് ഉഗ്രവിഷം ശ്വസനോഷ്മഭരാസമഹാപുജഃ പരിദശ്യ ഭവന്ത അനന്തബലം സമവേഷ്ടയദസ്ഫുടചേഷ്ടമഹോ. ചിലതിനകത്ത് പരിവേഷ്ടയദസ്ഫുടചേഷ്ടമഹോ. നിങ്ങളുടെ ബുക്കിൽ എന്താ ഉള്ളതെന്ന് വെച്ചാൽ അത് വായിച്ചാൽ മതി. വായിച്ചോളൂ. ഹരേ കൃഷ്ണ മാതാജി. ജലദക്ഷി പരീക്ഷരദുഗ്രവിശാസനോഷ്മഭരാസമഹാപുജഃ പരിദൃശ്യ ഭവന്തമനന്തബലം സമവേഷ്ടയദസ്ഫുടചേഷ്ടമഹോ. ഹരേ കൃഷ്ണ മാതാജി. ഹരേ കൃഷ്ണ. അടുത്ത ആൾ വായിക്കും. ജലദക്ഷി പരിച്ഛരദുഗ്രവിശാസനോഷ്മഭര സമമഹാപുജഃ പരിദശ്യ ഭവന്തമനന്തബലം സമവേഷ്ടയദസ്ഫുടചേഷ്ടമഹോ. പരിവേഷ്ടയത അസ്ഫുട ചേഷ്ടമഹോ. ഒരുമിച്ച് അങ്ങ് എടുക്കണം, അന്നേരം കറക്റ്റ് ആയിട്ട് വന്നോളൂ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. പരിശ്ചര ഉഗ്രവിശാസനോഷ്മഭരാസമഹാപുജഃ പരിദശ്യ ഭവന്തമനന്തബലം സമവേഷ്ടയദസ്ഫുടചേഷ്ടമഹോ. ഹരി കൃഷ്ണ. നമുക്ക് വായിക്കാത്തവരോട് വായിക്കരുത്. ജലദക്ഷി പരീക്ഷരദുഗ്രവിശാസനോഷ്മഭരസ മഹാഭുജഃ പരദശ്യ ഭവന്തമനന്തബലം സമവേഷ്ടയദസ്ഫുടചേഷ്ടമഹോ. ഹരേ കൃഷ്ണ. സമവേഷ്ടയത് അസ്ഫുടചേഷ്ടമഹോ. സമവേഷ്ടയത് അസ്ഫുടചേഷ്ടമഹോ. ഓക്കെ. ഇനി ആരെയും വായിച്ചോളൂ. കൃഷ്ണ.
ജ്വലദക്ഷി പരിച്ഛരുദുഗ്രവിഷാ ശ്വസനോഷ്മഭരസമഹാഭുജഗ പരിദശ്യ ഭവന്തമനന്തബലം സമവേഷ്ടയതസ്ഫുടചേഷ്ടമഹോ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. വെരി ഗുഡ്. ഇനി ഒരു പ്രൗജിമാരോട് വായിച്ചോളൂ. ഒരു പ്രൗജിൽ വായിക്കൂ. ഹരേ കൃഷ്ണ. ജലദശ്രി പരീശര ദുഗ്രവിഷ ശ്വസനോഷ്മഫരസമഹാഭുജഗ പരിദശ്യ പവന്തമനന്തബലം സമവേഷ്ടയഥാ സ്ഫുടചേഷ്ടമഹോ. ജലദശ്രി പരിച്ഛരുദ ഉഗ്രവിഷം ഇങ്ങനെ വമ്പിച്ചോണ്ട് അവൻ വരുക. എന്നിട്ടാണെന്നുണ്ടെങ്കിൽ എന്താ ചെയ്യുന്നത്? കത്തി ജ്വലിക്കുന്ന ശ്വസനോഷ്മ പരാസം ശ്വസിക്കാൻ പോലും പ്രയാസമായിട്ടുള്ള ആ ഉഗ്രവിഷം 1000 പണങ്ങളിലും ഇങ്ങനെ വമിപ്പിച്ചുകൊണ്ട് അവൻ വരുന്നത്. എന്നിട്ട് ജ്വലിക്കുന്ന ആ ജ്വലദക്ഷി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജ്വലിക്കുന്ന കണ്ണോടുകൂടി എല്ലാ തരത്തിലും വിഷം വന്ന് ഇങ്ങനെ ചീറ്റിക്കൊണ്ട് അവൻ എന്ത് ചെയ്യുന്നു? പരിദശ ഭവന്തം അനന്തബലം, അങ്ങയുടെ ബലം അറിയാതെ അവൻ എന്താ ചെയ്യുന്നത്? ഭഗവാനെ കൊത്തുന്നു. കൊത്തിയിട്ടോ സമവേഷ്ട ഇത് അസ്ഫുട ചേഷ്ടമോ. എന്നിട്ട് എന്താ ഭഗവാന്റെ ചലനങ്ങൾ ഒന്നും കാണാൻ പറ്റാത്തതുപോലെ മേലാകട്ട് അങ്ങ് വലിഞ്ഞു മുറുക്കി എന്നുള്ളതാണ്. ആദ്യം കുറെ കുത്തി നോക്കി, എന്നിട്ട് പിന്നെ എന്ത് ചെയ്തു? മേലാകെ അങ്ങ് വരിഞ്ഞിട്ട് ഈ സമയത്ത് എന്താ പറ്റുന്നത്? ഭഗവാനെ കാണാത്തത് കൊണ്ട് കരയ്ക്ക് നിൽക്കുന്ന കുറെ സമയമായില്ലേ ഭഗവാനെ യമുനയെ ചാടിയിട്ട്. യമുനയെ ചാടുന്നത് എന്തിനു വേണ്ടിയിട്ടാ? പന്തെടുക്കാൻ എന്നുള്ള ബഹാനയില, പന്തെടുക്കാൻ എന്നുള്ള രീതിയിലാണ് യമുനയെ ചാടുന്നത്. പക്ഷെ കുറെ നേരമായി കഴിഞ്ഞിട്ടും ഗോപന്മാർക്ക് ഭയങ്കര പരിഭ്രമമായി. അവിലോക്യ ഭവന്തമതാകുലിതേ തടഗാമിനി ബാലകദേനുഗണേ വ്രജഗേകതലേപ്യ അനിമിത്യ നിമിഷദം വ്രജഗേകതലേപ്യ നിമിത്തശദം സമുദീശഗദായ മുനാ പശുപാ. അവിലോക്യ ഭവന്തമതാകുലിതേ തടഗാമിനി ബാലകദേനുഗണേ വ്രജഗേകതലേപ്യ നിമിത്തശദം സമുദീശഗദായ മുനാ പശുപാ. അവിലോക്യ ഭവന്തമതാകുലിതേ തടഗാമിനി ബാലകദേനുഗണേ വ്രജഗേകതലേപ്യ നിമിത്തശതമാണ് കേട്ടോ. അടുത്ത പറയണ്ട. അനിമിത്തം പറഞ്ഞു കഴിഞ്ഞാൽ ഒട്ടും ടൂണ് കിട്ടുന്നില്ല. നിമിത്തശതം സമുദീശഗദായ മുനാ പശുപാ. അവിലോക്യ ഭവന്തമഥാകൃതേ അധാകുലിതേ തടഗാമിനി ബാലകദേനുഗണേ വ്രജഗേകതലേപ്യ നിമിത്തശതം സമുദീശഗദായ മുനാ പശുപാ. വായിച്ചാട്ടെ. ഹരേ കൃഷ്ണ. അവിലോക്യ ഭവന്തമഥാകുലിതേ തടഗാമിനി ബാലകധേനുഗണേ വ്രജഗേഹതലേപ്യ നിമിത്തശതം സമുദീക്ഷ്യ ഗദായ മുനാം പശുപാ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. അവിലോക്യ ഭവന്തമതാകുലതേ തടഗാമിനി ബാലകധേനുഗണേ വ്രജഗേഹതലേപ്യ നിമിത്തശതം സമുദീക്ഷ്യ ഗദായ മുനാം പശുപാ. ഹരേ കൃഷ്ണ മാതാജി. ഹരേ കൃഷ്ണ. വായിച്ചോളൂ. ഇനി അടുത്താൽ വായിക്കൂ. കൃഷ്ണ മാതാജി. അവിലോക്യ ഭവന്തം അതാകുലിതേ തരഗാമിനി ബാലക ദേനുഗണേ വ്രജഗേകതലേപ്യ നിമിത്തശതം സമുദീക്ഷ്യ ഗദായ മുനാം പശുപാ. ഹരേ കൃഷ്ണ മാതാജി. ഹരേ കൃഷ്ണ. വായിച്ചോളൂ. അവിലോക്യ ഭവന്തമതാകുലിതേ തടഗാമിനി ബാലകദേനുഗണേ വ്രജഗേകതലേപ്യ നിമിത്തശതം സമുദീക്ഷ്യ ഗദായ മുനാ പശുപാ. വെരി ഗുഡ്. ഇനി ഒരു പ്രൗജി സുനിൽ വായിക്കൂ. സുനില് പിന്നെ മറ്റേ പ്രൗജി 3 പേരല്ലേ ഉള്ളൂ. വായിച്ചോളൂ. കൃഷ്ണ മാതാജി. അവിലോക്യ ഭവന്തമതാകുലിതേ തടഗാമിനി ബാലകധേനുഗണേ വ്രജഗേഹതലേപ്യ നിമിത്തശതം സമുദീക്ഷ്യ ഗദായ മുനാം പശുപാ. ഓരോ ഇതുണ്ട് കേട്ടോ. അവിലോക്യ ഭവന്തമതാകുലിതേ, അവിടെ ഒരു എംബസിസ് കൊടുക്കണം. എന്നിട്ട് തടഗാമിനി ബാലകധേനുഗണേ
എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരാ വരുന്ന ആ കാളയം വരുന്നതും ആ ഭാവം നമ്മളിലും വന്നിട്ട് അതിനനുസരിച്ച് നമ്മൾ ആ സമയത്ത് ഇത് ചെയ്യും. പ്രജകേകതലേപ്യ നിമിത്ത ശതം സമുദീശഗതായ മുനാ പശുപാ. എന്നിട്ടോ അഭിലോക ഭവന്റെ മതാകുലിതേ, ഇത്രയും സമയമായിട്ട് ഭഗവാനെ കാണഞ്ഞിട്ട് എന്ത് ചെയ്തു? തടകാമിനി ബാലക ധേനുഗണി, ബാലകന്മാരെല്ലാരും കൂടെ അതെന്നുണ്ടെങ്കിൽ ബാലകന്മാർ ധേനുഗണി എന്ന് പറഞ്ഞാൽ ബാലകരുടെ കൂട്ടരെല്ലാം കൂടി എന്ത് ചെയ്തു? അവർക്കൊക്കെ ഭയങ്കര സങ്കടമായി. അന്നേരം വ്രജകേക തലേപ്പ് നിമിത്ത ശതം, വ്രജത്തിലും ഉണ്ടല്ലോ ഒരുപാട് ഇങ്ങനെ ദുർനിമിത്തങ്ങളൊക്കെ കാണാൻ തുടങ്ങി. അനിമിത്ത ശതമാ അത് വ്രജകേതലേപ്യ അനിമിത്ത ശതമ. എന്നിട്ട് ഓരോരോ ദുർനിമിത്തങ്ങൾ കാണാൻ തുടങ്ങി. സമുദീശ ഗത യമുന പശുപ. അന്നേരം ഈ ബാലഗണങ്ങളെല്ലാം കൂടെ ചെന്ന് പറഞ്ഞു, കുട്ടികളെല്ലാം കൂടെ ചെന്ന് അവിടെ പറയുന്ന സമയത്ത് എല്ലാവരും നന്ദാദി ഗോപന്മാരെല്ലാവരും കൂടി കാളിന്തി തീരത്ത് എത്തുന്നു. എല്ലാവരും എന്റെ കണ്ണാ എന്റെ കണ്ണാ എന്റെ കണ്ണാന്ന് പറഞ്ഞ് വിളിച്ചു യശോദാമയ്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ആ അമ്മയുടെ ഓരോ രോമകൂപങ്ങളിലും കണ്ണനാന്നുള്ള, അതെല്ലാ അമ്മമാർക്കും അങ്ങനെ തന്നെ. എന്നാലും കുറച്ചും കൂടി സാക്ഷാൽ ഭഗവാനല്ലേ മകനായിട്ട് ഇരിക്കുന്ന, അന്നേരം പിന്നെ കുറച്ചുകൂടി കൂടുതലാവും വെച്ചോ. എല്ലാവരുടെയും എന്താ പറയുന്നത്, കാക്കക്കുഞ്ഞ് തൻകുഞ്ഞ് പൊൻകുഞ്ഞെന്ന് പറയുന്നത് പോലെ ആ അമ്മയ്ക്ക് സഹിക്കാൻ പറ്റുന്നില്ല. ഇത് ഭഗവാനും മനസ്സിലായി കഴിഞ്ഞു എന്നുള്ളതാ. അഖിലേഷു വിഭൂ ഭവദീയ ദശ അവലോക്യ ജിഗാശുഷു ജീവഭര ഫണിബന്ധനമാശു വിമിച്ച ജവാദ് ഉദഗമ്യതകാസജുഷാ ഭവദാ. അഖിലേഷു വിഭോ ഭവദീയ ദശ അവലോക്യ ജിഗാശുഷു ജീവഭര ഫണിബന്ധനമാശു വിമുച്ച ജവാദ് ഉദഗമ്യതഹാസജുഷാ ഭവദാ. അഖിലേഷു വിഭോ ഭവദീയ ദശ അവലോക്യ ജിഗാശുഷു ജീവഭര ഫണിബന്ധനമാശു വിമുച്ച ജവാദ് ഉദഗമ്യതഹാസജുഷാ ഭവദാ. അഖിലേഷു വിഭോ ഭവദീയ ദശ അവലോക്യ ജിഗാശുഷു ജീവപരം ഫണിബന്ധനമാശു വിമുച്ച ജവാദ് ഉദഗമ്യതഹാസജുഷാ ഭവദാ. വായിച്ചോളൂ. ഹരേ കൃഷ്ണ മാതാജി. ഓം നമോ കൃഷ്ണ മാതാജി. ഹരേ കൃഷ്ണ. അഖിലേഷു വിഭൂ ഭവദീയ ദശ അവലോക്യ ജിഹാസുഷു ജീവപരം ഫണിബന്ധനവാസു വിമുച്യത്തെ വാ ഉദഗാമ്യദഹാസജുഷാ ഭവദാ. ഹരേ കൃഷ്ണ മാതാജി. അഖിലേഷു വിഭോ ഭവദീയ ദശ അവലോക്യ ജിഹാസുഷു ജീവപരം ഫണിബന്ധനമാശു വിമുച്യ ജവാദ് ദുദഗമ്യദഹാസജുഷാ ഭവദാ. ഹരേ കൃഷ്ണ മാതാജി. വെരി ഗുഡ്. വായിക്കാത്തവര് ഇതേപോലെ വായിക്കണേ. ഹരേ കൃഷ്ണ മാതാജി. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. അഖിലേഷു വിഭോ ഭവദീയ ദശാം അവലോക്യ ജിഹാസുഷു ജീവപരം ഫണിബന്ധനമാശു വിമുച്യ ജവാത് ഉദഗമ്യദഹാസജുഷാ ഭവദാ. ഹരേ കൃഷ്ണ. ഇനി ഒരു പ്രവചിയുടെ വായിക്കൂ. ഹരേ കൃഷ്ണ. വായിച്ചോ. അഖിലേഷു വിഭോ ഭവദീയ ദശ അവലോക്യ ജിഹാസുഷു ജീവപരം ഫണിബന്ധനമാശു വിമുച്യ ജവാ ഉദഗമ്യദഹാസജുഷാ ഭവദാ. ഹരേ കൃഷ്ണ. എല്ലാരും മനസ്സ് പഠിച്ചിരിക്കുക. എത്ര നല്ലോണം വായിക്കുന്നുണ്ട്. എല്ലാരും വായിക്കുന്നുണ്ട്. എല്ലാരും പറഞ്ഞ വായിക്കാനുണ്ട്. അഖിലേഷ് വിഭോ ഒരു പ്രവചനം വായിക്കേ. ഹരേ കൃഷ്ണ. അഖിലേഷു വിഭോ ഭവദീയ ദശ അവലോക്യ ജിഹാസുഷു ജീവപരം ഫണിബന്ധനമാശു വിമുച്യ ജവാ ഉദഗമ്യദഹാസജുഷാ ഭവദാ. വെരി ഗുഡ്. പീതാംബരപ്രഭു മുങ്ങിയോ ബിന്ദു? ഹരേ കൃഷ്ണ. പീതാംബരപ്രഭു മുങ്ങിയോ? അല്ലേ? ഹരേ കൃഷ്ണ. ചൊല്ലട്ടെ. ഹരേ കൃഷ്ണ.
ഭവദീയദശ അവലോക്യ നിഘാസുഷു ജീവപരം പണിബന്ധനമാശു വിമുച്യ ജവ ദുദകം മൃദസാസജുഷാ ഭവത. വെരി ഗുഡ്. ബിന്ദു പ്രവേ പീതാംബര പ്രഭു മുങ്ങിയോ? ഹരേ കൃഷ്ണ മാതാജി. ഹരേ കൃഷ്ണ. ഉണ്ടോ? അഖിലേഷു വിഭോ ഭവദീയദശാമവലോക്യ ജിഹാസുഷു ജീവപരം ഫണിബന്ധനമാശു വിമുച്യ ജവാദുദഗമ്യതഹാസജുഷാ ഭവതാ. ഹരേ കൃഷ്ണ. അഖിലേഷ് വിഭോ ഭവദീയ ദശ അവലോക ജിഗാശു ജീവര എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ കണ്ണനില്ലാതെ അവർക്ക് ആർക്കും ജീവിക്കാൻ പറ്റില്ല. കണ്ണൻ പോയിട്ട് കുറേ നേരമായി. അതുകൊണ്ട് കണ്ണൻ എന്തെങ്കിലും പറ്റിയെന്ന് വിചാരിച്ച് ഇവരെല്ലാവരും എന്താ ഈ നന്ദാദികളും യശോദാമയ്യ എസ്പെഷ്യലി യശോദ ജീവൻ കളയാൻ തുടങ്ങുന്നു. ജീവൻ കളയാൻ തുടങ്ങുന്ന സമയത്ത് ഫണിബന്ധനമാശു വിമുച്ച ജവാദൻ കാളിയും വരഞ്ഞു മുറുക്കിയിരിക്കുമല്ലേ, അതിനെ എല്ലാം വേർപെടുത്തിയിട്ട് എന്ത് ചെയ്തു? ഉദഗമ്യത ഹാസജുഷാഭവത. കാളിന്റെ പുറത്ത് ഭഗവാന് നല്ല പുഞ്ചിരിച്ചുകൊണ്ട് ഇങ്ങനെ പൊങ്ങി വരുന്നു എന്നുള്ളത് കാളിന്തിയില് നമ്മൾ ഒരുപാട് പടങ്ങളിലൊക്കെ കണ്ടിട്ടുണ്ട് അതങ്ങനെയുള്ളത് അല്ലെ. കുറെ അല്ലേ ഭയനി കാളിയന്റെ നൃത്തമൊക്കെ, കാളിന്റെ പുറത്ത് നൃത്തം ചെന്ന് കളിക്കുന്നതും ഒക്കെ ഭയങ്കര രസമല്ലേ. അതിരൂക്യ തദ്യഫണിരാജഫനനിദേ ഭവതാ മൃദുപാദരുജ കളസിഞ്ചിത നൂപുരമം ചുമിള കരകങ്കണ സങ്കുല സംഗണിത. അതിരൂക്യ തഥാ ഫണിരാജഫനനിദേ ഭവതാ മൃദുപാദരുച കലസിഞ്ചിത നൂപുരമം ചുമിള കരകങ്കണ സങ്കുല സംഗണിത. അതിരൂക്യ തഥാ ഫണിരാജഫനാൻ നനിദേ ഭവതാ മൃദുപാദരുച കളസിഞ്ചിത നൂപുരമഞ്ചുമില കരകങ്കണ സങ്കുല സംഗണിത. വായിച്ചാട്ട് കൃഷ്ണതേ ഹരിരുഹ്യതം ഫണിരാജഫണാൻ നന്യതേ ഭവതാ മൃദുപാദരുച കളസിഞ്ചിത നൂപുരമഞ്ചുമിള കരകങ്കണ സങ്കുല സംഗണിതം. കൃഷ്ണതേ. ഹരേ കൃഷ്ണ മാതാജി. ഫണിരാജഫണനൃതേ ഭവതാ മൃദുപാദരുജ കളസിഞ്ചിത തനുപുരമഞ്ചുമിള. കളസിഞ്ചിത അവിടെ നിർത്തണം, എന്നിട്ട് നൂപുര എന്ന് പറഞ്ഞ കൊലിസ്. കളസിഞ്ചിത നൂപുരമഞ്ചുമിള കരകങ്കണ സങ്കുല സംഗണിതം. ഹരേ കൃഷ്ണ മാതാജി. ഹരേ കൃഷ്ണ. വായിച്ചോളൂ. ഹരേ കൃഷ്ണ. അതിരൂഹ്യ തദ ഫണിരാജഫണനൃതേ ഭവതാ മൃദുപാദരുച കളസിഞ്ചിത നൂപുരമഞ്ചുമിള കരകങ്കണ സങ്കുല സംഗണിതം. ഹരേ കൃഷ്ണ. അതിരൂക്ക തഥാ ഫണിരാജഫണാന് നനിതേ ഭവതാ മൃദുപാദരുച. യശോദമ്മയ്ക്കൊക്കെ കണ്ണനെ കാണാഞ്ഞോണ്ട് പറ്റില്ല, ജീവൻ കളയാൻ തോന്നുക. അന്നേരം അങ്ങനെ എല്ലാവർക്കും ആ ഒരു അവസ്ഥ വന്നപ്പോ ഭഗവാൻ എന്താ ചെയ്ത് അവന്റെ പിടിയിൽ നിന്നിട്ട് എല്ലാം മോദിതരായിട്ട് ചിരിച്ചുകൊണ്ട് അവന്റെ പണത്തിൽ കയറിയിട്ട് വന്നിട്ടുണ്ടെങ്കിൽ ജലത്തിന്റെ മോളി വരുന്നു. ജലത്തിന്റെ മോളി വന്നിട്ട് എന്താ ചെയ്യുന്നത്? അതരൂക്യ തഥാ ഫണിരാജഫണാന്, ഫണിരാജന്റെ എന്ന് പറഞ്ഞ കാളിന്റെ പണത്തിന്റെ മുകളിൽ വന്ന് നനിതേ ഭവതാ മൃദുപാദരുച. അതൊക്കെ അങ്ങോട്ട് കൊലിസൊക്കെ കിലുക്കി ആ ഭഗവാന്റെ ആ പാദമല്ലേ നോക്കൂലും ഒരു ഇല തളിരിലയുടെ കൂട്ട് മൃദുലമായിട്ടുള്ള പാദമാണ്. ആ പാദം കൊണ്ടാണ് ഗോപികമാര് പറയുന്നത് ഭഗവാൻ കാട്ടിലൂടെ ഒക്കെ നടക്കുന്ന സമയത്ത് മുള്ളും കല്ലും പെടും. ആ ഭഗവാന് ആ കാട്ടില് മുള്ളും കല്ലും പെടാതിരിക്കണം ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ഞങ്ങളെ ഉദ്ദേശിച്ചിട്ടാണല്ലോ ഭഗവാൻ ഗോപിക ആ നൃത്തത്തിന്റെ സമയത്തുണ്ടല്ലോ അവര് എന്റെ അടുത്താണ് ഭഗവാൻ അഹങ്കാരം വന്നപ്പോ ഭഗവാൻ അവരെ എല്ലാവരെയും കളഞ്ഞിട്ട് വേറെ ഭഗവാൻ അങ്ങ് പോകുന്നു. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ അഹങ്കാരം നശിപ്പിക്കാൻ വേണ്ടിയിട്ട്. അന്നേരം അവര് ഗോപികന്മാർ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നത് ഭഗവാനെ അങ്ങയുടെ ആ പാദം എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ തളിരില പോലെ മൃദുലമാണ്. അതിനകത്താണെന്നുണ്ടെങ്കിൽ കല്ലും മുള്ളും ഒക്കെ കൊണ്ടുകഴിഞ്ഞു കഴിഞ്ഞാൽ എത്രയോ വേദനിക്കും. അവർക്ക് ആ ഗോപികമാർക്ക് അതായിരുന്നു സങ്കടം എന്നുള്ളതായിരുന്നു എന്ന് പറയുന്നത് പോലെ ഇവിടെ അതേപോലെ ഭഗവാന്റെ ആ നനിതേ ഭവതാ മൃദുപാദരുച ഭഗവാൻ അങ്ങോട്ടും പതുക്കെ അങ്ങോട്ട് നൃത്തം ചെയ്യാൻ തുടങ്ങുന്നു അവന്റെ പണരാജന്റെ പണത്തില്.
കളസഞ്ചിത നൂപുര മഞ്ജുമില്ല. അതാ പതുക്കെ താളം എടുക്കാൻ തുടങ്ങിയപ്പം നൂപുരം എന്ന് പറഞ്ഞ കൊലുസൊക്കെ അങ്ങോട്ട് കിലുങ്ങാൻ തുടങ്ങി. കരകങ്കണ സങ്കുല സംഘടിതം, വളകളും എല്ലാം കൂടെ അങ്ങനെ കിലുങ്ങാൻ തുടങ്ങി. ആ ഒരു താളത്തിൽ ഇങ്ങനെ ഭഗവാന് നൃത്തം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ആ തയ്യാറെടുപ്പിലാണത്. യഹിഷോ പശുപാ തുദുഷോ മുനയോ ഭവിഷോ കുസുമാനി സുരേന്ദ്രഗണ ത്വയിനേത്യതി മാരുതഗേകപദേ പരിപാകി സമാന്തോമദാന്തഗദാത്. യഹിഷോ പശുപാ തുദുഷോർമുനയോ ഭവിഷോ കുസുമാനി സുരേന്ദ്രഗണ ത്വയിനേത്യതി മാരുതഗേകപദേ പരിപാകി സമാന്തോമദാന്തഗദാം. ജഗർഷോ പശുവാ തുദുഷോർ മുനയോ വവർഷോ കുസുമാനി സുരേന്ദ്രഗണ ത്വയി നിർത്യതി മാരുത ഗേകപദേ പരിപാകി സമാം ത്വമദാന്ത ഗദാത്. ജഗർഷോ പശുവാ തുദുഷോർ മുനയോ വവർഷോ കുസുമാനി സുരേന്ദ്രഗണ ത്വയി നിർത്യതി മാരുത ഗേകപദേ പരിപാകി സമാം ത്വമദാന്ത ഗദാത്. ഹരേ കൃഷ്ണ മാതാജി. ജഹർഷു പശുപാതുഷു മുനയോ ബഭൃഷു കുസുമാനി സുരേന്ദ്രഗണ തുയി നൃത്യതി മാരുത ഗേഹപദേ പരിപാഹി സമാം ത്വമദാന്ത ഗദാത്. ഹരേ കൃഷ്ണ മാതാജി. നെക്സ്റ്റ് വായിക്കൂ. ഹരേ കൃഷ്ണ മാതാജി. ഹരേ കൃഷ്ണ. ജഗർഷു പശുപാസ്തു സുഷോർമുനയോ വവർഷു കുസുമാനി സുരേന്ദ്രഗണ ത്വയി നൃത്യതി മാരുത ഗേഹപദേ പരിപാകി സമാം ത്വമദാന്ത ഗദാത്. സർവത്ര ഇല്ല, മൂന്ന് ദശകം ഒരുമിച്ച ദശകം 56 കഴിയുമ്പോഴേ സർവത്രം പറയൂ. പറയൂ, അടുത്ത ആൾ വായിക്കൂ. തുദുഷൂർമുനയോ വവർഷോ കുസുമാനി സുരേന്ദ്രഗണ ത്വയി നൃത്യതി മാരുത ഗേഹപദേ പരിപാകി സമാം ത്വമദാന്ത ഗദാത്. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ജഗഷോ പശുപാ തുഷോർ മുനയോ. ഭഗവാൻ ഉണ്ടല്ലോ, ഹേ ഗുരുവായൂരപ്പ നിന്ദ്രിവഴി നൃത്തം ചെയ്യാൻ തുടങ്ങിയപ്പോഴുണ്ട് മുനിമാരും അതുപോലെ സുരേന്ദ്രഗണങ്ങളും എന്ന് പറഞ്ഞാൽ ദേവന്മാരും എന്ത് ചെയ്തു? കുസുമാനി വവിഷു എന്ന് പറഞ്ഞാൽ പൂക്കളുടെ വർഷം ചെയ്തു എന്നുള്ളതാണ്. മാരുത ഗേകപതി. എന്നിട്ട് എന്താ? പരിപാകി സമാ ത്വമദാന്ത ഗദാതെ. ഭഗവാനെ അങ്ങയുടെ നൃത്തം കണ്ടിട്ടുണ്ടല്ലോ, എല്ലാ മാമുനിമാരും എല്ലാ ദേവന്മാരും എല്ലാവരും പുഷ്പവൃഷ്ടി ചെയ്യാൻ തുടങ്ങുന്നു. ഭഗവാനെ അങ്ങനെയുള്ള ഭഗവാൻ എന്താ ചെയ്യുന്നത്? പരിപാകി സമാം ത്വമദാന്ത ഗദാതെ. ഭഗവാനെ അങ്ങയെ കൊണ്ട് വിചാരിച്ചാലൊന്നും പറ്റാത്ത എന്ത് കാര്യമുള്ളത്? എന്റെ ഈ അടങ്ങാത്ത രോഗത്തിൽ നിന്നും എന്നെയും കൂടി കാത്തുരക്ഷിക്കണേ എന്നുള്ള ആ ഒരു പ്രാർത്ഥനയാണ് പട്ടതിരിപ്പാട് ഇവിടെ നിൽക്കുന്നത്. ആ പ്രാർത്ഥനയോടുകൂടി തന്നെ നമുക്ക് ഇപ്പം നമ്മുടെ ഈ ഏതായാലും ഒരു ദശകം കഴിഞ്ഞു. ആ ഒരു ദശകം നമുക്ക് ഭഗവാന്റെ തൃപ്പാദങ്ങളിൽ വെക്കാം. എന്നിട്ടാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ഒരു ക്വസ്റ്റ്യൻ ആൻസർ പങ്ക്തി ഉണ്ടല്ലോ, ആ ബുക്ക് എടുക്കണം. എന്നിട്ട് നമുക്ക് ശ്രീ ഗുരുവായൂരപ്പ ശരണം ഭഗവാന്റെ തൃപ്പാദത്തിൽ നമ്മൾ ഈ ദശകം സമർപ്പിക്കുന്നു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ.